സ്റ്റോക്ക് മാർക്കറ്റിലെ വമ്പൻ സ്രാവുകൾ, അതായത് ഈ സ്മാർട്ട് മണി എന്ന് നമ്മൾ പറയുന്നവർ എങ്ങോട്ടാണ് നീങ്ങുന്നതെന്നറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷ കാണുമല്ലോ. അപ്പോൾ കഴിഞ്ഞ ഡിസംബറിലെ കണക്കുകൾ വെച്ച് മ്യൂച്വൽ ഫണ്ടുകൾ ആയിരക്കണക്കിന് കോടികൾ എവിടെയാണ് കൊണ്ടുപോയിട്ടതും എവിടെ നിന്നാണ് വാരിയതെന്നും നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ഒന്നാലോചിച്ചു നോക്കിയേ, മാർക്കറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്ന ഈ വലിയ ഫണ്ടുകളുടെ തീരുമാനങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റിയിരുന്നെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും? ശരിക്കും അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അവരുടെ നീക്കങ്ങൾ വെച്ച് മാർക്കറ്റിന്റെ ഒരു ഗതി എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ആധാരം. ഡിസംബർ മാസത്തിലെ മ്യൂച്വൽ ഫണ്ടുകൾ ഏറ്റവും കൂടുതൽ വാങ്ങിയതും വിറ്റതുമായ ഓഹരികളുടെ ഒരു ലിസ്റ്റാണിത്. ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ പട്ടികയാണെന്ന് തോന്നാം, പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ ഇതിനകത്ത് മാർക്കറ്റിന്റെ ഒരു വലിയ കഥ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്ക് ആ കഥ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈയൊരു വിശകലനം 5 ഭാഗങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ലാർജ് ക്യാപ്പിൽ തുടങ്ങി സ്മോൾ ക്യാപ്പ് വരെ ഓരോ വിഭാഗത്തിലെയും പ്രധാന നീക്കങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നും നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാം. ഈ മ്യൂച്വൽ ഫണ്ടുകളെ നമുക്ക് മാർക്കറ്റിലെ തിമിംഗലങ്ങൾ എന്ന് തന്നെ വിളിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഓരോ നീക്കവും, അതായത് ആയിരക്കണക്കിന് കോടികളുടെ വാങ്ങലും വിൽക്കലും മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ഗതിയെ തന്നെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതാണ്. അതുകൊണ്ട് അവരുടെ തീരുമാനങ്ങൾ സാമ്പത്തിക രംഗത്ത് വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചനകളായിട്ട് നമുക്ക് കാണാം. ശരി, നമുക്ക് ലാർജ് ക്യാപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഏറ്റവും സുസ്ഥിരമായ കമ്പനികൾ. ഏറ്റവും കൂടുതൽ പണം ഒഴുകിയെത്തുന്നതും ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ട്രെൻഡുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ലാർജ് ക്യാപ്പിലെ കഥയ്ക്ക് ശരിക്കും 2 മുഖങ്ങളുണ്ട്. ഒരു വശത്ത് നോക്കിയാൽ ചില മേഖലകളിൽ വലിയൊരു ആത്മവിശ്വാസം കാണാം. പക്ഷെ മറുവശത്ത് ചിലയിടങ്ങളിൽ നിന്ന് വളരെ തന്ത്രപരമായി പിൻവാങ്ങുന്നതും കാണാം. ഈയൊരു വൈരുദ്ധ്യമാണ് ഇവിടത്തെ കഥയെ കൂടുതൽ രസകരമാക്കുന്നത്. ഈ കണക്കുകളൊന്ന് നോക്കിക്കേ. ബാങ്കിംഗ് ഫിനാൻഷ്യൽ സെക്ടറിലേക്കുള്ള ആ പണത്തിന്റെ കുത്തൊഴുക്ക് കണ്ടോ? ലിസ്റ്റിന്റെ മുകളിലുള്ള പേരുകൾ ശ്രദ്ധിച്ചോ? ICICI, HDFC. ഈ വമ്പന്മാരിൽ ഫണ്ട് മാനേജർമാർക്ക് എന്തൊരു വിശ്വാസമാണെന്ന് നോക്കൂ. ഏകദേശം 6000 കോടി രൂപയാണ് ICICI പ്രുഡൻഷ്യൽ AMCയിൽ മാത്രം നിക്ഷേപിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ വരാനിരിക്കുന്ന സാമ്പത്തിക വളർച്ചയുള്ള പ്രതീക്ഷയാകാം ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ. എന്നാൽ നേരെ മറുവശത്തെന്താ സംഭവിച്ചതെന്ന് നോക്കൂ. IT, ഓട്ടോ സെക്ടറുകളിൽ നിന്ന് ഫണ്ടുകൾ വലിയ തോതിൽ പണം പിൻവലിക്കുകയാണ്. ഇൻഫോസിസിൽ നിന്ന് നടന്ന വിൽപ്പനയുടെ വലുപ്പം ശരിക്കും അവിശ്വസനീയമാണ്. അതോടൊപ്പം തന്നെ ബജാജ് ഫിനാൻസ്, മാരുതി, ഹീറോ മോട്ടോകോർപ്പ് തുടങ്ങിയ സ്റ്റോക്കുകളിലും വലിയ ലാഭമെടുപ്പ് നടന്നു. എന്തായിരിക്കും ഇതിന് കാരണം? ഒരുപക്ഷേ ITയിലെ ആഗോള ഡിമാൻഡിനെക്കുറിച്ചുള്ള ആശങ്കയും ഓട്ടോ സെക്ടറിലെ വിൽപ്പനയിലെ ഒരു മാന്ദ്യവുമാകാം ഈ പിന്മാറ്റത്തിന് പിന്നിൽ. ഈ സംഖ്യ ഒന്നുകൂടി ശ്രദ്ധിക്കൂ. 7921 കോടി രൂപ ഒറ്റ മാസം കൊണ്ട് ഇൻഫോസിസിൽ നിന്ന് മാത്രം മ്യൂച്വൽ ഫണ്ടുകൾ പിൻവലിച്ച തുകയാണിത്. ഇതൊരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് അല്ല. ഇത് IT മേഖലയോടുള്ള വിപണിയുടെ മനോഭാവത്തിൽ വന്ന ഒരു വലിയ മാറ്റത്തിന്റെ വളരെ വ്യക്തമായ സൂചനയാണ്. അപ്പോ ലാർജ് ക്യാപ്പുകളിൽ നിന്ന് പണം ഇങ്ങനെ പിൻവലിക്കുന്നുണ്ടെങ്കിൽ ഈ ഫണ്ടുകൾ എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് മിഡ് ക്യാപ്പുകളിലേക്കൊന്ന് നോക്കാം. ഇവിടെയാണ് ഭാവിയിലെ വമ്പൻ കമ്പനികളെ ഫണ്ട് മാനേജർമാർ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഉയർന്ന വളർച്ചാ സാധ്യതയുള്ള കമ്പനികൾക്കാണ് ഇവിടെ കൂടുതൽ ശ്രദ്ധ. മിഡ് ക്യാപ്പിലും ഏകദേശം സമാനമായ ഒരു ട്രെൻഡ് കാണാൻ പറ്റുന്നുണ്ട്. ഫണ്ടുകൾ ചില പുതിയ മേഖലകളിൽ വലിയ പ്രതീക്ഷയോടെ നിക്ഷേപിക്കുന്നു. അതേസമയം പരമ്പരാഗതമായി ശക്തമായ ചില മേഖലകളിൽ നിന്ന് ലാഭമെടുത്ത് പതിയെ പിന്മാറുന്നു. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം സ്വിഗ്ഗി, മീഷോ പോലുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാത്ത, അതായത് അൺലിസ്റ്റഡ് ടെക് കമ്പനികളിലെ വൻ നിക്ഷേപമാണ്. ഇത് പുതിയ കാലത്തെ കൺസ്യൂമർ ടെക്നോളജിയിൽ ഫണ്ടുകൾക്കുള്ള ഒരു വലിയ വിശ്വാസമാണ് കാണിക്കുന്നത്. അതോടൊപ്പം ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പോലുള്ള പൊതുമേഖലാ ബാങ്കുകളിലും നിക്ഷേപം തുടരുന്നുണ്ട്. ലാർജ് ക്യാപ്പിൽ കണ്ട ആ ബാങ്കിംഗ് ട്രെൻഡ് ഇവിടെയും ആവർത്തിക്കുന്നത് കാണാം. വിൽപ്പനയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഫാർമ കമ്പനിയായ ലുപിൻ, പിന്നെ ടെക്നോളജി മാനുഫാക്ചറിംഗ് കമ്പനികളായ ഡിക്സൺ, കെയ്ൻസ് ടെക്നോളജി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും പണം പിൻവലിച്ചിരിക്കുന്നത്. ഈ മേഖലകളിൽ അടുത്ത കാലത്ത് കണ്ട വലിയൊരു മുന്നേറ്റത്തിന് ശേഷമുള്ള ഒരു സ്വാഭാവികമായ ലാഭമെടുപ്പായിരിക്കാമിത്. ഇനി നമ്മൾ ഏറ്റവും ആവേശകരമായ ഒരു വിഭാഗത്തിലേക്കാണ് കടക്കുന്നത്, സ്മോൾ ക്യാപ്പ്. ഇവിടെ റിസ്ക് വളരെ കൂടുതലാണ്, പക്ഷേ അതിനൊത്ത വലിയ നേട്ടത്തിനുള്ള സാധ്യതയുമുണ്ട്. ഇവിടെയാണ് ഫണ്ടുകൾ 10 മടങ്ങ് വളർച്ച നൽകാൻ സാധ്യതയുള്ള അടുത്ത മൾട്ടി ബാഗറുകളെ തേടിയിറങ്ങുന്നത്. സ്മോൾ ക്യാപ്പിലെ വാങ്ങലുകൾ നോക്കിയാൽ നല്ല വൈവിധ്യമുണ്ട്. ആരോഗ്യപരിപാലന രംഗത്തുനിന്ന് ഡോക്ടർ ലാൽ പത്ലാബ്സ്, വെൽത്ത് മാനേജ്മെന്റ് രംഗത്തുനിന്ന് നൊവാമ, പിന്നെ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളിൽ നിന്ന് മിസസ് ബെക്ടേഴ്സ് ഫുഡ്, ഇങ്ങനെ പല പല മേഖലകളിലായി നിക്ഷേപം വ്യാപിച്ചു കിടക്കുകയാണ്. ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫണ്ടുകൾ ഏതെങ്കിലും ഒരു പ്രത്യേക സെക്ടറിൽ ഒതുങ്ങാതെ വളർച്ചാ സാധ്യത എവിടെയൊക്കെ കാണുന്നുവോ അവിടെയൊക്കെ നിക്ഷേപിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്.
ഇനി സ്മോൾ ക്യാപ്പിലെ വിൽപ്പന നോക്കിയാൽ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായ HFCL, ഗെയിമിംഗ് ടെക്നോളജിയിലെ നസാര ടെക്നോളജീസ്, പിന്നെ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് എന്നിവയാണ് മുന്നിൽ. ഈ കമ്പനികളിൽ നിന്ന് ഫണ്ടുകൾ ലാഭമെടുത്ത് മാറുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ ലാർജ്, മിഡ്, സ്മോൾ ക്യാപ്പുകളിലെ വാങ്ങലുകളും വിൽപ്പനകളുമൊക്കെ കണ്ടു. പക്ഷേ ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് നമ്മളോട് പറയുന്നത്? നമുക്ക് ഈ ഡേറ്റ എല്ലാം വെച്ച് മാർക്കറ്റിന്റെ ആ ഒരു വലിയ ചിത്രം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ വിശകലനത്തിൽ നിന്ന് വ്യക്തമാകുന്ന വലിയൊരു ചിത്രം എന്താണ്? ഒന്ന്, സ്വകാര്യ ബാങ്കുകളിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും നിക്ഷേപകർക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. 2, കഴിഞ്ഞ വർഷങ്ങളിലെ താരങ്ങളായിരുന്ന IT, ഓട്ടോ മേഖലകളിൽ നിന്ന് അവർ ലാഭമെടുത്ത് മാറി നിൽക്കുകയാണ്. 3, അവർ സ്വിഗ്ഗി പോലുള്ള കൺസ്യൂമർ ടെക്, ഹെൽത്ത് കെയർ തുടങ്ങിയ പുതിയ വളർച്ചാ മേഖലകളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിയുന്നു. സാമ്പത്തിക വിദഗ്ധർ ഇതിനെ സെക്ടർ റൊട്ടേഷൻ എന്നാണ് പറയുന്നത്. അതായത് സമ്പദ്വ്യവസ്ഥയുടെ അടുത്ത ഘട്ടത്തിൽ ഏത് മേഖലയാണോ തിളങ്ങാൻ പോകുന്നത് അങ്ങോട്ട് നിക്ഷേപകർ പണം മാറ്റുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ബാങ്കിങ്ങിലേക്കുള്ള ഈ വലിയ ഒഴുക്കും IT-യിൽ നിന്നുള്ള പിന്മാറ്റവും. ഇത് സെക്ടർ റൊട്ടേഷന്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ കണക്കുകളെല്ലാം കൂടി നമ്മളോടൊരു കഥ പറയുന്നുണ്ട്. അത് കഴിഞ്ഞുപോയ വർഷത്തെ സ്റ്റാർ പെർഫോമേഴ്സിൽ നിന്ന് പുതിയ പ്രതീക്ഷകളിലേക്കുള്ള ഒരു ഷിഫ്റ്റിന്റെ കഥയാണ്. മാർക്കറ്റ് എപ്പോഴും ഭാവിയെയാണല്ലോ നോക്കുന്നത്. ഫണ്ടുകളുടെ ഈ നീക്കങ്ങൾ അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. അപ്പോൾ വമ്പൻ നിക്ഷേപകർ അവരുടെ ചുവടുകൾ വെച്ചു കഴിഞ്ഞു. സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങളെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് ഈ കണക്കുകളിൽ വളരെ വ്യക്തമാണ്. ഈ വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വിപണിയെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടെന്താണ്? അടുത്തതായി